ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു പൈശാചിക ശക്തി ഉണ്ടെന്നും ഇല്ലെന്നും വാദിക്കുന്ന ആളുകളുണ്ട്. അതിപ്പോൾ ഓരോരുത്തരുടെയും താല്പര്യങ്ങളാണ്, അങ്ങനെ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത്. എന്താണെന്നത് സംബന്ധിച്ച് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്. എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണല്ലോ. അപ്പൊ പിശാചും ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ എൻ്റെ ഒരു ചോദ്യം, നമ്മൾ ആരെങ്കിലും നമുക്ക് തന്നെ പാര പണിയുന്ന ഒരു കാര്യം ചെയ്യൂ, അതല്ലെങ്കിൽ നിങ്ങളെ നിരന്തരം ഉപദ്രവിക്കുകയും ശത്രുതയെ മനോഭാവത്തോടെ കാണുകയും ചെയ്യുന്ന ഒരാള്, അയാളുടെ തൊട്ടടുത്ത് പോയി താമസിക്കാൻ നിങ്ങൾ ശ്രമം നടത്തൂ? സ്വാഭാവികമായിട്ടില്ലല്ലോ, ഇല്ലേ? അപ്പൊ ഒരു കാര്യം നമുക്കറിയാം, ഈ ദൈവം എന്ന് പറയുന്നത് പിശാച് എന്ന് പറയുന്നത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന സംഗതികളാണ്. ഒന്നിനൊന്നും യോജിക്കുന്നില്ല, അല്ലേ? എപ്പോഴും ദൈവത്തിന്റെ എതിരാളിയാണ് സാത്താൻ, അല്ലെങ്കിൽ പിശാച്. പിശാചിന്റെ എതിരാളിയാണ് ദൈവം, അങ്ങനെയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിച്ച ദൈവം എത്ര ജ്ഞാനിയായ ഒരു ദൈവമാണ്. ആ ദൈവം സദാസമയത്തും തനിക്ക് തന്നെ തലവേദനയായി തീരാവുന്ന ഒരു കാര്യത്തെ സൃഷ്ടിക്കൂ, അല്ലെങ്കിൽ ഒരു ശക്തിയെ സൃഷ്ടിക്കൂ, ഒരു പൈശാചിക ശക്തിയെ സൃഷ്ടിക്കൂ, അല്ലേ? ഏത് കാലത്തും ദൈവത്തിനെതിരെ ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ ഒരു നോർമൽ ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ അത് സ്വാഭാവികമല്ല, അല്ല? അങ്ങനെ ഒരു കാര്യം ദൈവം ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. സുബോധമുള്ള ആരും ചെയ്യത്തില്ല. അപ്പൊ ദൈവം ജ്ഞാനിയാണല്ലോ, സർവ്വജ്ഞാനിയാണല്ലോ. ഒരിക്കലും ദൈവം ആ വിധത്തിൽ ഒരു കാര്യം ചെയ്തു വെക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ പിന്നെ ഈ പിശാച് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കുക. അപ്പൊ പിന്നെ ഈ പിശാച് എന്ന് പറയുന്ന പൈശാചിക ശക്തി എങ്ങനെ ഉണ്ടായി? അതൊരു ചോദ്യമല്ലേ? ആരും സൃഷ്ടിക്കാതെ ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ. ദൈവം സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയില്ല, ശരിയല്ലേ? നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ. അപ്പൊ പിന്നെ ആര് സൃഷ്ടിച്ചു? ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടുന്നതല്ലേ? അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു സബ്ജക്റ്റ് ഞാൻ സംസാരിച്ചതാണ്. ഏതായാലും നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ശരിയാണോ എന്നുള്ള എന്റെ ന്യായവാദങ്ങൾ ശരിയാണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നമുക്കേതായാലും ഇതിന്റെ ബാക്കി ഭാഗം അടുത്തൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുക. ഇതെങ്ങനെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്? നിങ്ങൾ ഏതായാലും അതുവരെ ചിന്തിച്ചു വെക്കുക. എന്താണ് സാധ്യത, എങ്ങനെയാണ് ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് അതിനെക്കുറിച്ച്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില വിവരങ്ങൾ പ്രദാനം ചെയ്തു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ശേഷിച്ച ഭാഗമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.